ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് മാർക്കറ്റിംഗിന്റെ MCQs ആണ് കേട്ടോ. മാർക്കറ്റിംഗിൽ നിന്നുള്ള മാക്സിമം PYQ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തോടു കൂടി മാർക്കറ്റിംഗ് എന്നൊരു ഏരിയ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് ഇൻകം ടാക്സ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കുറച്ചധികം ചോദ്യങ്ങൾ കൂടെ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. എ സെയിൽസ് റെപ്രസെന്റേറ്റീവ് from a retail estate company schedules a one-to-one meeting with a prospective buyer to explain features and close the call. ഇത് ഏത് ടൈപ്പ് ഓഫ് പ്രൊമോഷനിൽ വരും? പ്രൊമോഷൻ മിക്സിനകത്ത് ഏതിനകത്ത് വരും? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോണേ. ഇതും നമ്മുടെ ഈ കഴിഞ്ഞ KFCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാ. ഒന്നുപോലും നമ്മളായിട്ട് എടുത്തിട്ടില്ല. എല്ലാം PYQs ആണ്. ബാക്കിയുള്ളവരോടൊന്ന് പറയണേ, നിങ്ങളൊന്ന് കമന്റ് ചെയ്തോണേ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഫ്രം എ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഷെഡ്യൂൾ എ one-to-one മീറ്റിംഗ്. one-to-one മീറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താ. യെസ്, പേഴ്സണൽ സെല്ലിംഗ് ആണ് അല്ലെ. യെസ്, പേഴ്സണൽ സെല്ലിംഗ് ആണ്. പബ്ലിക് റിലേഷനും അഡ്വർടൈസിംഗും സെയിൽസ് പ്രൊമോഷനും ഒന്നും വരത്തില്ല. യെസ്, നമുക്കിത് നാലും അറിയാവുന്നതല്ലേ. പബ്ലിക് റിലേഷനും പേഴ്സണൽ സെല്ലിംഗും അഡ്വർടൈസിംഗും സെയിൽസ് പ്രൊമോഷനും, ഇത് നാലും അറിയാമല്ലോ. അവിടെ നിന്ന് നിങ്ങൾക്ക് വേറെ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം നോക്കിക്കേ. എ സ്നാക്ക് ബ്രാൻഡ് ഓഫേഴ്സ് എ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഡീൽ അറ്റ് സൂപ്പർ മാർക്കറ്റ് ഫോർ എ ലിമിറ്റഡ് പീരീഡ് ടു ഇൻക്രീസ് ഷോർട്ട് ടേം സെയിൽസ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ഇവിടെ ഷോർട്ട് ടേം സെയിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സെയിൽസ് പ്രൊമോഷൻ ആണ് അല്ലെ. ഷോർട്ട് ടേം സെയിൽസ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റഡ് പീരീഡ് ഓഫറുകളൊക്കെ തന്നെ സെയിൽസ് പ്രൊമോഷന്റെ ഭാഗമാണ്. ദെൻ അഡ്വർടൈസിങ് എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബണ്ടിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ബണ്ടിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് വിൽക്കുന്നതാണ് കേട്ടോ. ഒറ്റ പ്രൈസില് ഒന്നിലധികം പ്രൊഡക്റ്റുകൾ നമ്മൾ വിൽക്കുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ബണ്ടിൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും വിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ചില സാധനങ്ങളൊക്കെ കോംബോ പോലെയൊക്കെ തരും, ഒരുമിച്ച് ഒറ്റ പ്രൈസ്. ഇപ്പൊ ഈ KFCയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അല്ലെ, അവിടെ ഈ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കൊക്കക്കോളയും അതേപോലെ 2 ചിക്കൻ പീസുകളും ഇതെല്ലാം കൂടെ ഒറ്റ ഒരു കോംബോ. അപ്പൊ അതിനൊരൊറ്റ പ്രൈസ് ആയിരിക്കും. ഇതാണ് ബണ്ടിൽ സെല്ലിങ്. ദെൻ അഡ്വർടൈസിങ് എന്താന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. സെയിൽസ് പ്രൊമോഷൻ. സൂപ്പർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടേം ഒന്നും അല്ല കേട്ടോ. സ്റ്റാൻഡേർഡ് ടേം അല്ല. സെയിൽസ് പ്രൊമോഷൻ ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആഫ്റ്റർ എ പ്രോഡക്റ്റ് റീകോൾ എ കാർ മാനുഫാക്ചറർ ഹോൾഡ്സ് എ പ്രസ് കോൺഫറൻസ് and issue a public apology to maintain customer trust. This is an example of personal selling, direct marketing, public relation, sales promotions. ഇവിടെ പ്രസ് കോൺഫറൻസസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, പബ്ലിക് റിലേഷൻ ആണ് അല്ലെ. എപ്പോഴും ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനും കസ്റ്റമർ ട്രസ്റ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കസ്റ്റമേഴ്സുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും കമ്പനിയുടെ ഗുഡ് വില്ല്
കീപ്പ് അപ്പ് ചെയ്യാനൊക്കെ ആയിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഈ പബ്ലിക് റിലേഷൻസ് നടത്തുന്നത്. അത് ഒരിക്കലും ഷോർട്ട് ടേം അല്ല, അത് ഷോർട്ട് ടേം അല്ല, ലോങ് ടേം ഫോക്കസോട് കൂടിയാണ് പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് കമ്പനീസ് നടത്താറുള്ളത്. യെസ്, ഓക്കെ. ഇത് നോക്കിക്കേ. A skincare company launches a television campaign showcasing the benefits of its new anti-aging cream. The advertisement reaches millions of viewers in a short time. What is the primary advantage of this form of advertising? ഇവിടെ സ്കിൻ കെയർ കമ്പനി ഒരു ടെലിവിഷൻ ക്യാമ്പയിൻ, അതായത് ടി വിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് നടത്തുന്നത്. അപ്പൊ അവിടെ ടെലിവിഷൻ അഡ്വർടൈസ്മെന്റിന്റെ തന്നെ പ്രത്യേകത, ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇമ്മീഡിയറ്റ് സെയിൽസ് ക്ലോഷർ നടക്കത്തില്ല, പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ അല്ല, ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല, പിന്നെ ഏതാ, വൈഡർ ഓഡിയൻസ് റീച്ച്. അഡ്വർടൈസ്മെന്റിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതാണ്, മാസ് റീച്ച് കിട്ടും അല്ലെ, മാസ് റീച്ച്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. A shampoo brand launches a large-scale advertising campaign on social media and TV to create strong customer demand, encouraging them to request the product in stores. This is an example of ഇത് ഏത് സ്ട്രാറ്റജി ആയിരുന്നു? പറഞ്ഞു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പുഷ് സ്ട്രാറ്റജിയും പുൾ സ്ട്രാറ്റജിയും നമ്മൾ പഠിച്ചതാണ് അല്ലെ. പുഷ് മിക്സും പുൾ മിക്സും വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. യെസ്, അവിടെ ഇനി നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യത ഇല്ല, അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് പഠിച്ച കാര്യമാണ് അല്ലെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പുൾ സ്ട്രാറ്റജി ആണ്. ഇവിടെ ക്വസ്റ്റനിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, അഡ്വർടൈസിങ് ക്യാമ്പയിൻ, അഡ്വർടൈസ്മെന്റ് നടത്തുക എന്തിനു വേണ്ടിയിട്ടാ? കസ്റ്റമർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ്. കസ്റ്റമർ ഡിമാൻഡ്. കസ്റ്റമർ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ വന്ന് റീറ്റെയിലറോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടോ. അപ്പൊ റീറ്റെയിലർ നേരെ ഹോൾസെയിലറോട് പോയി ചോദിക്കും, ഇന്ന പ്രൊഡക്റ്റ് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്, അത് വേണം. ഹോൾസെയിലർ മാനുഫാക്ചറോട് പറയും, ഇന്ന പ്രൊഡക്റ്റിന് ആളുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്, അത് വേണം. അപ്പൊ ഇത് പുൾ സ്ട്രാറ്റജിയാണ് അല്ലെ. ഇത് പുൾ സ്ട്രാറ്റജിയാ. കസ്റ്റമർ ആണ് പോയി ചോദിക്കുന്നത്. പുഷ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മാനുഫാക്ചറർ ആ പ്രൊഡക്റ്റ് പുഷ് ചെയ്ത് ഹോൾസെയിലറുടെ അടുത്തേക്ക് എത്തിക്കും, ഹോൾസെയിലർ അത് പുഷ് ചെയ്ത് റീറ്റെയിലറുടെ അടുത്ത് എത്തിക്കും, റീറ്റെയിലർ അത് പുഷ് ചെയ്ത് വിൽക്കും എങ്ങനെയെങ്കിലും. അത് പുഷ് സ്ട്രാറ്റജി. ഇവിടെ കസ്റ്റമർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അറിയാം ദാറ്റ് ഈസ് പുൾ സ്ട്രാറ്റജി. യെസ്, ഓക്കെ. യെസ്, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസിന്റെ പെൻഡിങ് ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ ക്ലാസിന്റെ പെൻഡിങ് ആണ്. ഇനി നമുക്ക് പുതിയ ചോദ്യങ്ങളിലേക്ക് പോകാം. യെസ്, ഓക്കെ. ഇവിടെ ഞാൻ മാക്സിമം നമ്മുടെ PSCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നുള്ള മാക്സിമം ചോദ്യങ്ങൾ ഇട്ടിട്ട് ബാക്കിയുള്ളത് കുറച്ചുകൂടെ ഹയർ ലെവൽ, PSCയുടെ തന്നെ കുറച്ചുകൂടെ ഹയർ ലെവൽ എക്സാമിനേഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ UGC നെറ്റിന്റെയും സെറ്റിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള, അതായത് കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യനുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ PSC തന്നെയാണ്. ഇതൊക്കെ കേരള PSCയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. Which of the following statements are incorrect? Push marketing strategy focus on making the product reach to the consumers through intermediary, whereas the pull strategy focus on attracting consumers towards the product. CRM aims at immediate sales improvement and has only narrow scope of making short-term results. Demand of industrial goods are primary in nature and are not dependent on the demand of consumer goods. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഞാൻ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കാം. നിങ്ങൾ ആദ്യം ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് സ്റ്റേറ്റ്മെന്റുകൾ നോക്കിക്കോ.
ഇങ്ങനെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾ പറഞ്ഞാലും മതി ഏതൊക്കെയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ആ യെസ് യെസ് റൈറ്റ്. 2ഉം 3യുമാണ് ഇൻകറക്റ്റ് അല്ലെ? ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2ഉം 3യുമാണ് തെറ്റ്. പുഷ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മേക്കിംഗ് ദ പ്രോഡക്റ്റ് റീച്ച് ടു ദ കസ്റ്റമർ ത്രൂ ഇന്റർമീഡിയറി ശരിയാ. പുഷ് മാർക്കറ്റിംഗില് പ്രോഡക്റ്റിനെ മാനുഫാക്ചറർ ഇന്റർമീഡിയറി വഴി പുഷ് ചെയ്ത് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുവാണ്. പുൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുവാണ്, പ്രൊഡക്റ്റിലേക്ക് അട്രാക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം 1 ശരിയാ. CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഷോർട്ട് ടേം റിസൾട്ടുകൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഒരു ലോങ് ടേം കസ്റ്റമേഴ്സുമായിട്ടൊരു ലോങ് ടേം റിലേഷൻ കീപ്പ് ചെയ്യാന്നുള്ളതാണ് CRMന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. യെസ്. ദെൻ ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പ്രൈമറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പ്രൈമറി അല്ല. ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഡിമാൻഡ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? എങ്ങനായിരുന്നു? ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഡിമാൻഡിനെ നമ്മളൊരു പേര് പറയുമായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? എടാ നിങ്ങൾ മറന്നുപോയോ? യെസ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ആശ്രയ കറക്റ്റ് ആണ് കേട്ടോ. ഡിറൈവ്ഡ് ഡിമാൻഡ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഡിമാൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. അതായത് കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഡിമാൻഡ് വരുന്നത്. കാരണം നമ്മൾ ഗുഡ്സ് വാങ്ങിയാൽ, നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിയാൽ മാത്രമേ അതിന്റെ റോ മെറ്റീരിയൽസിന്റെ ഡിമാൻഡ് വരുള്ളൂ. അപ്പൊ ഈ റോ മെറ്റീരിയൽസ് ആണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. അപ്പം കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് കൂടിയാൽ മാത്രമേ അതിന്റെ റോ മെറ്റീരിയൽസിനും ഡിമാൻഡ് വരുള്ളൂ. അപ്പൊ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഡിമാൻഡ് ഡിറൈവ്ഡ് ആണ്, അത് പ്രൈമറി അല്ല. അത് കൺസ്യൂമർ ഗുഡ്സിന്റെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. യെസ്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 3യും തെറ്റായി, ഇവർ പറഞ്ഞേക്കുന്നത് തെറ്റാണ്. യെസ് റൈറ്റ്. Advertising. Which of the following statements are false? Advertising is paid form of personal selling. Length of the product mix refers to the number of products sold in all product lines. In growth stage of the product life cycle, demand for the product reaches its saturation point. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ ഒന്നും കൂടെ അതിൽ കൂടെ ഒന്ന് പോയപ്പം കണ്ടപ്പോ അങ്ങ് എടുത്തിട്ടതാ. ഒന്നുകൂടെ ആൻസർ ചെയ്തോ. എടാ എല്ലാരും ഒന്ന് ആൻസർ ചെയ്യണം കേട്ടോ. നിങ്ങൾ വേഗം ആൻസർ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേഗം അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. എനിക്ക് ഈ മാർക്കറ്റിങ്ങിനകത്ത് ഒരു വിഷമമേ ഉള്ളൂ, ഇനിയും ചോദ്യങ്ങൾ കിടക്കുവാണ്. ചോദ്യങ്ങൾ ഒരുപാടാണ്. എനിക്കത് എല്ലാം കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് തീർക്കാനുള്ള ടൈം കിട്ടുന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടാക്സ് എടുക്കാനായിട്ട്. കുഴപ്പമില്ല കേട്ടോ, ഞാൻ ബാക്കി ചോദ്യങ്ങളും നിങ്ങൾക്ക് തരും. എപ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെക്കാം. മാക്സിമം ചോദ്യങ്ങൾ വേണ്ടേ? യെസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ. യെസ്, ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എന്താണെന്നറിയാമോ, നമ്മൾ പഠിച്ചതാണ്. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് അത് പേഴ്സണൽ സെല്ലിങ്ങിന്റെ പെയ്ഡ് ഫോം അല്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. യെസ്. ഇനി ലെങ്ത് ഓഫ് ദി പ്രൊഡക്റ്റ് മിക്സ്. ലെങ്ത് ഓഫ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പം refers to the number of products sold in all product lines. അത് ശരിയല്ലേ? ലെങ്ത് ഓഫ് ദ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാല്
നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് മിക്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ പ്രൊഡക്റ്റ് മിക്സ് ആണ്. പ്രൊഡക്റ്റ് മിക്സിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഒരു പ്രൊഡക്റ്റ് മിക്സിനകത്ത് മൊത്തം എത്ര ഐറ്റംസ് ഉണ്ട് അതാണ് ലെങ്ത്. ലെങ്ത് നമ്മൾ എക്സാമ്പിൾ വെച്ച് പഠിച്ചതാണ് കേട്ടോ. ലെങ്ത്തിൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഈ ലെങ്തും വിത്തും ബ്രെത്തും, സോറി ബ്രെത്ത് അല്ല, ലെങ്തും ഡെപ്തും വിത്തും കൺസിസ്റ്റൻസി, ഇത് 4 എണ്ണം ഉണ്ട്. വിത്ത്, ലെങ്ത്, ഡെപ്ത്, കൺസിസ്റ്റൻസി. ഇത് 4ഉം ക്ലിയർ അല്ലേ? അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അതെ, ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ നിന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് ചോദ്യം വരും. എക്സാമിന് ചോദ്യം ചോദിക്കും. ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ആ പ്രൊഡക്റ്റ് മിക്സിൽ മൊത്തത്തിൽ എത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ എത്ര ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട് അതാണ് ലെങ്ത്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാ. ഇനി സ്റ്റേറ്റ്മെന്റ് 3 ഇൻ ഗ്രോത്ത് സ്റ്റേജ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഗ്രോത്ത് സ്റ്റേജിൽ ഡിമാൻഡ് സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തത്തില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം തെറ്റാ. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സെല്ലിങ്ങിന്റെ പെയ്ഡ് ഫോം അല്ല. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അപ്പൊ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ഒരു സെയിൽസ്മാൻ ഡീല് ചെയ്യുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ്. അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ പറയുന്ന ടിവിയിലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലും ഒക്കെ പരസ്യങ്ങൾ കൊടുക്കുന്നതാ. അത് വൈഡർ റീച്ച് ഉള്ളതാണ്. അതൊരിക്കലും പേഴ്സണൽ സെല്ലിങ്ങിന്റെ പെയ്ഡ് ഫോം അല്ല. യെസ്, അപ്പൊ 1ഉം 3ഉം തെറ്റാണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ഉണ്ടോ മാം? പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ പ്രൊഡക്റ്റ് ലൈൻ അല്ലേ? പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്, ഈ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്ന ബ്രോഡ് ടേം ആണ്. പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പം അതിന്റെ പല ഡയമെൻഷൻസ് ആണ് ഈ വിത്തും ലെങ്തും ഡെപ്തും കൺസിസ്റ്റൻസിയും. മനസ്സിലായോ? പ്രൊഡക്റ്റ് മിക്സ്, നമ്മൾ പ്രോഡക്റ്റ് മിക്സും വിത്തും തമ്മിൽ എന്താ മാം ഡിഫറൻസ്? വിത്തും നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈന് തന്നെയല്ലേ പറയണത്? അപ്പൊ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ വിത്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈൻസ് ആണ്. വിത്ത് എന്ന് പറഞ്ഞാൽ എത്ര പ്രൊഡക്റ്റ് ലൈൻ, ഇപ്പൊ ആ ഒരു കമ്പനിക്ക് എത്ര പ്രൊഡക്റ്റ് ലൈനുകൾ ഉണ്ട് അതാണ് വിത്ത്. ഈ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. ഈ വിത്തും ലെങ്തും ഡെപ്തും കൺസിസ്റ്റൻസിയും ഇതെല്ലാം കൂടെ ചേരുന്ന ആ ബ്രോഡർ ടേമിനെ പറയുന്ന പേര് മാത്രമാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന്. ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് മിക്സിന്റെ 4 ഡയമെൻഷൻസ്, മാർക്കറ്റിംഗ് മിക്സിനകത്ത് നമ്മൾ 4P പഠിക്കും. അതിലെ ഒരു P ആണ് ഈ പ്രൊഡക്റ്റ് മിക്സ്. മനസ്സിലായോ? മാർക്കറ്റിംഗ് മിക്സിനകത്ത് നമുക്ക് 4P ഇല്ലേ? അതിലെ ഒരു P ആണ് ഈ പ്രൊഡക്റ്റ് മിക്സ്. ഈ പ്രൊഡക്റ്റ് മിക്സിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിനെ വീണ്ടും അതിന്റെ 4 ഡയമെൻഷൻസിലേക്ക് പോകുന്നതാണ് ഈ വിത്ത്, ലെങ്ത്, ഡെപ്ത്, കൺസിസ്റ്റൻസി. അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാം വരും. പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ലൈൻസും എല്ലാ പ്രൊഡക്റ്റ് ലൈനുകളും അതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റുകളും അതിന്റെ കൺസിസ്റ്റൻസിയും ഇതെല്ലാം ചേരുന്നതാണ് പ്രൊഡക്റ്റ് മിക്സ്. ആ പ്രൊഡക്റ്റ് മിക്സിന്റെ ഡയമെൻഷൻ ആണ് വിത്തും ലെങ്തും ഡെപ്തും കൺസിസ്റ്റൻസിയും. ഇവിടെ ഈ വിത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. വിത്തിനെ തന്നെ വേണമെങ്കിൽ ബ്രെത്ത് എന്നും ചോദിക്കാമേ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ചിലപ്പോ നിങ്ങൾക്ക് വിത്ത് എന്നല്ല ചോദിക്കുന്നത്, ബ്രെത്ത് എന്നായിരിക്കും ചോദിക്കുന്നത്. ബ്രെത്തും വിത്തും ഒന്ന് തന്നെയാണ്. ബ്രെത്തും വിത്തും സെയിം ആണ്. യെസ്, ഓക്കെ. യെസ്, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ആക്ടിവിറ്റി ബൈ വിച്ച് വിഷ്വൽ ഓർ ഓറൽ മെസ്സേജസ് ആർ അഡ്രസ്ഡ് ടു ദി ജനറൽ പബ്ലിക്. ഇതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇത് എന്തിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണെന്നാ ചോദിച്ചേക്കുന്നത്. യെസ് യെസ്, കറക്റ്റ്, വെരി ഗുഡ്. അഡ്വർടൈസിംഗ് ആണ് അല്ലെ? അഡ്വർടൈസിംഗിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണിത്.
വിഷ്വൽ ഓർ ഓറൽ മെസ്സേജസ്. വിഷ്വൽ മെസ്സേജ് അല്ലെങ്കിൽ ഓറൽ മെസ്സേജ് നമ്മൾ ജനറൽ പബ്ലിക്കിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒന്നെങ്കിൽ ഓറൽ മെസ്സേജുകളാകാം അല്ലെങ്കിൽ വിഷ്വൽ മെസ്സേജുകളാകാം. ഇത് കൊടുക്കുന്നതിനെ അഡ്വർടൈസിംഗ് എന്ന് പറയും. അഡ്വർടൈസിംഗിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ആണിത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. യെസ്, ഓക്കെ. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് that a company offers to the market. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഒന്ന് ആൻസർ ചെയ്തോ നോക്കട്ടെ. ഇവിടെ ഞാനിപ്പം സജീന ആ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. ഞാനപ്പോ ആ ഡൗട്ട് ഇപ്പൊ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ദാറ്റ് എ കമ്പനി ഓഫേഴ്സ് ടു ദി മാർക്കറ്റ്. ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് എന്നാ പറഞ്ഞേക്കുന്നത്. ഒരു കമ്പനി മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് എന്നാ ചോദിച്ചേക്കുന്നത്. ഈ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹലോ, ഡൗട്ട് ചോദിച്ചതാണോ ലിജിത? അല്ല അല്ല, ഇവിടെ ഓക്കെ 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 ഫൈൻ. യെസ്, അപ്പൊ ഇവിടെ നോക്കിക്കേ, കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ്. കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആ. പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുമ്പോ എന്താണെന്നറിയാമോ? പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുമ്പോ ഒരുപോലെയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ പ്രൊഡക്റ്റ് ലൈനിൽ വരത്തുള്ളൂ, അല്ലെ? റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ മാത്രമാണ്. ഇപ്പൊ ഒരു കമ്പനിക്ക് തന്നെ പല പ്രൊഡക്റ്റ് ലൈനുകൾ കാണത്തില്ലേ? ഒരു കമ്പനിക്ക് തന്നെ ഒന്നിലധികം പ്രൊഡക്റ്റ് ലൈൻസ് കാണത്തില്ലേ? അപ്പം ഈ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്താ? കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സിനെയും പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയും. മനസ്സിലായോ? പ്രൊഡക്റ്റ് മിക്സിൽ വരും. അതിനകത്താണ് ഞാനിപ്പോ പറഞ്ഞില്ലേ, വിഡ്ത്തും ലെങ്തും ഡെപ്തും കൺസിസ്റ്റൻസിയും ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പ്രൊഡക്റ്റ് മിക്സ്. കംപ്ലീറ്റ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് വരുമ്പോ ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് മിക്സ്. നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത് കേട്ടോ. പ്രൊഡക്റ്റ് ലൈൻ അല്ല, ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രൊഡക്റ്റുകളാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ആണ് പ്രൊഡക്റ്റ് ലൈൻ. ഓക്കെ, യെസ്. യെസ്, അടുത്ത ചോദ്യം നോക്കിക്കേ. ബൈയിങ് മോട്ടീവ് which arise from the basic needs of the consumer. കൺസ്യൂമറുടെ ബേസിക് നീഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ബൈയിങ് മോട്ടീവ്. ഇപ്പൊ നമ്മളൊരു സാധനം മേടിക്കുന്നതിന് പല ഇന്റൻഷൻസ് ഉണ്ട്, അല്ലെ? പല മോട്ടീവ്സ് ഉണ്ട്. നമ്മളൊരു സാധനം വാങ്ങാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇമോഷണൽ ബൈയിങ്, സോഷ്യൽ ബൈയിങ് മോട്ടീവ് ഉണ്ട്, സൈക്കോളജിക്കൽ ബൈയിങ് മോട്ടീവ് ഉണ്ട്, ഇൻഹെറന്റ് ബൈയിങ് മോട്ടീവ് ഉണ്ട്. ഇതില് റൈസ് ഫ്രം ദ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നിങ്ങൾ ജസ്റ്റ് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മീനിങ്സ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇമോഷണൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ, ഇൻഹെറന്റ്. യെസ്, നമുക്ക് നോക്കാം. ഇവിടെ ബേസിക് നീഡ്, ഒരു വ്യക്തിയുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ നമുക്ക് ആഹാരം, അല്ലെ? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ,
ക്ലോത്തിങ്, ഇതൊക്കെ ബേസിക് നീഡാ. അതായത് നമുക്ക് എപ്പോഴും വേണ്ടതാണ്, പെർമനന്റ്ലി ഉള്ള കാര്യങ്ങളാ. അതിനെ നമ്മള് ഈ പെർമനന്റ് ആയിട്ട് നമുക്ക് ഇന്നേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഒരാളുടെ ഇന്നേറ്റ് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതൊക്കെ. ഈ പെർമനന്റ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ട് വരുന്ന നീഡുകൾ, പെർമനന്റ് നീഡ്സിന്റെ ബേസിൽ നമ്മൾ വാങ്ങുന്നതാണ് ഇൻഹെറന്റ് ബൈയിങ് മോട്ടീവ് എന്ന് പറയും കേട്ടോ. ഇൻഹെറന്റ് ബൈയിങ് മോട്ടീവ് നമ്മൾ പറയത്തില്ലേ, അത് ആ ഇൻഹെറന്റ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് ജന്മന അങ്ങനെ ഉള്ളതാണ്, അപ്പൊ പെർമനന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഇൻഹെറന്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ബേസിക് നീഡ്സ് അതിന്റെ ഒരു ഭാഗമാണ്. ബേസിക് നീഡ്സ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്, അത് എപ്പോഴും പെർമനന്റ് ചേഞ്ച് ആകത്തില്ല. അത് ഇൻഹെറന്റ് ബൈയിങ് മോട്ടീവാ. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബൈയിങ് മോട്ടീവ്സിനെ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഇമോഷണൽ ബൈയിങ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സാധനങ്ങൾ വാങ്ങുന്നത് നമ്മുടെ ഇമോഷൻസിന്റെ ഒക്കെ ബേസിലാണ്. അതായത് ഞാനത് ആദ്യം ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹാർട്ട് സെന്റേർഡാ. അതായത് അവിടെ വേറെ ലോജിക്കൽ തിങ്കിങ് ഒന്നുമില്ല. നമ്മളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അതിന്റെ ബേസിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങും അല്ലെ. ഇപ്പം ഒരു ലക്ഷറി കാറ് വാങ്ങുന്നു, നമ്മുടെ ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ആണ്, നമ്മുടെ ഫീലിങ്സ് ആണത്. അതേപോലെ നമ്മൾ ഒരു പ്രിയപ്പെട്ട ഒരാൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നു, അപ്പൊ ആ ഗിഫ്റ്റ് നമ്മൾ വാങ്ങുന്നത് നമ്മുടെ ഇമോഷൻസിന്റെ ബേസിലാണ്. അപ്പം ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഫീലിങ്സിന്റെ അല്ലെങ്കിൽ ഹാർട്ട് സെന്റേർഡ് ആയിട്ട് ഉള്ള പർച്ചേസുകളാണ് ഇമോഷണൽ ബൈയിങ് മോട്ടീവ് എന്ന് നമ്മൾ പറയുന്നത്. സോഷ്യൽ ബൈയിങ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റി, ഈ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഡിസയർ ഉണ്ട്. അതായത് ഇപ്പം എന്റെ ഫാമിലിയില് ഉള്ള ആളുകൾ ഉപയോഗിക്കുന്നത് ഇതേ സോപ്പാണ്, അതുകൊണ്ട് ഞാനും ആ സോപ്പ് വാങ്ങി. ഇതൊരു സോഷ്യൽ ബൈയിങ് മോട്ടീവാ. അതായത് നമ്മളെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയാണ്. ഇതാണ് സോഷ്യൽ ബൈയിങ് മോട്ടീവ്. ചിലപ്പോ നമ്മള് ഫെസ്റ്റിവൽ സമയത്ത് ഗോൾഡ് വാങ്ങുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള ആളുകൾ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് നമ്മളും അങ്ങനത്തെ വസ്ത്രം വാങ്ങുന്നു. അപ്പൊ അത് സോഷ്യൽ ബൈയിങ് മോട്ടീവാണ്. അവിടെ നമ്മൾ ഫിറ്റ് ആകാൻ വേണ്ടി, അല്ലെ, നമ്മൾ നിൽക്കുന്ന സമൂഹത്തിൽ നമ്മൾ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ നമുക്ക് വെറുപ്പിക്കാതിരിക്കാൻ, അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അത് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ പിന്നിലെ ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ബൈയിങ് മോട്ടീവാ. അതായത് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഫാക്ടർ എന്താ? നമ്മുടെ സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോടൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു, അവരിത് വാങ്ങുന്നു, അതുകൊണ്ട് നമ്മളും വാങ്ങി. ഇത് സോഷ്യൽ ബൈയിങ് മോട്ടീവ് ആണ്. ഇനി സൈക്കോളജിക്കൽ ബൈയിങ് മോട്ടീവ് ഉണ്ട്. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളുടെ പെർസെപ്ഷൻസും ബിലീഫ്സിന്റെയും ബേസിൽ വാങ്ങുന്നതാണ് കേട്ടോ. നമ്മുടെ ഇമോഷൻസ് അല്ല. ചില പ്രൊഡക്റ്റിനെ പറ്റി നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ട്, എന്റെ ഒരു കാഴ്ചപ്പാട്, ഈ പ്രൊഡക്റ്റ് സേഫ് ആണ്, അതുകൊണ്ട് ഞാൻ വാങ്ങുന്നു. ഇത് സൈക്കോളജിക്കൽ മോട്ടീവ് ആണ്. നമ്മുടെ മെന്റൽ പ്രോസസ് ആണ്. ഇവിടെ ഒരു ബ്രാൻഡിന്റെ റിവ്യൂ നോക്കി അത് ബാഡ് റിവ്യൂ ആയതുകൊണ്ട് അത് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുവാണ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റുകൾ വാങ്ങാം, കാരണം അത് നമുക്കും സേഫ് ആണ്, പ്രകൃതിക്കും സേഫ് ആണ്. ഇതൊക്കെ നമ്മളുടെ സ്വന്തം പെർസെപ്ഷൻസിന്റെയും ബിലീഫിന്റെയും ലേണിംഗിന്റെയും ആറ്റിറ്റ്യൂഡിന്റെയും ഒക്കെ ബേസിലാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ ബൈയിങ് മോട്ടീവ്. ആൻഡ് ഫൈനലി ഇൻഹെറന്റ് ബൈയിങ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബേസിക് ഹ്യൂമൻ നീഡ്സ്, അതിനുവേണ്ടി ആ ഹ്യൂമൻ നീഡ്സ് ആണ് നമ്മളെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്. ഇപ്പൊ എനിക്ക് വിശന്നു, അപ്പൊ ഞാനൊരു ബിരിയാണി വാങ്ങി. അപ്പൊ ഈ ബിരിയാണി വാങ്ങാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടർ എന്താ? ഹങ്കർ, അല്ലെ, വിശന്നു. അല്ലെങ്കിൽ ഞാനൊരു ബോട്ടിൽ വെള്ളം വാങ്ങി, ഈ വെള്ളം വാങ്ങാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടർ എന്താ? ദാഹിച്ചതുകൊണ്ട്. അതേപോലെ ക്ലോത്ത്സ് വാങ്ങുന്നു, ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു, എന്തിനാ? നമുക്ക് താമസിക്കാനാണ്. അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ബേസിക് നീഡുകളാണ്. അപ്പൊ ഈ ബേസിക് നീഡുകളിൽ നിന്നാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ, അതായത് ആ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻഹെറന്റ് ബൈയിങ് മോട്ടീവ്. അപ്പൊ ആ പ്രൊഡക്റ്റ് വാങ്ങിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബേസിക് നീഡുകളായിരിക്കും. അതാണ്
ഇൻഹെറന്റ് ബൈയിങ് മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി